ചരിത്രത്തിലെ ഏറ്റവും സിവിലൈസ്ഡ് ആയ നഗരരാഷ്ട്രം സ്ഥാപിച്ച, അത് ഭരിച്ച, ലോകത്തിനെ സംസ്കാരം പഠിപ്പിച്ചു എന്ന് അവകാശപ്പെടാവുന്ന ഒരു സംസ്കാരമായ റോമൻ ജനതയെ അല്ലെങ്കിൽ റോമൻ സിവിലൈസേഷനെ നിലത്തെഴുത്ത് പഠിപ്പിച്ച, അവരെ ആൽഫബറ്റ് പഠിപ്പിച്ച, എഴുതാൻ പഠിപ്പിച്ച ഒരു സംസ്കാരത്തെ കുറിച്ച് അറിയാവോ? അറിയില്ലെങ്കിൽ ഇപ്പൊ കേട്ടോ. എട്രൂസ്കാൻ സംസ്കാരം. പുരാതന ഇറ്റലി കേന്ദ്രീകൃതമായി ഉണ്ടായിരുന്ന ഒരു ജനവിഭാഗമാണ് എട്രൂസ്കാൻകാര്. അവരുടെ മിത്തോളജിയെ എട്രൂസ്കാൻ മിത്തോളജി എന്നാണ് അറിയപ്പെടുക. ഇപ്പോൾ ഡെഡ് മിത്തോളജിയാണ്. ഈ എട്രൂസ്കാൻകാരുടെ ദേവതയായിരുന്നു വത്തിക്ക. അവരുടെ രാഷ്ട്രത്തിന്റെ അല്ലെങ്കിൽ അവരുടെ നഗരത്തിന്റെ പ്രധാന ആകർഷണമായിരുന്ന വത്തിക്കാൻ ഹില്ലിന്റെ അതിദേവത. അതിൻ്റെ അകത്ത് ആ വത്തിക്കാൻ ഹില്ലിൽ വളരുന്ന ഒരു ചെടി, ഒരു ദിവ്യമായ ഭ്രമാത്മകമായ ഒരു ചെടിയുടെ പേരും ഇതേ വത്തിക്ക എന്നായിരുന്നു. ഈ വത്തിക്ക ദേവി പ്രവചനങ്ങളുടെയും മരിച്ചവരുടെയും കാവലാളായിരുന്നു. അതുപോലെ ഈ വത്തിക്കാൻ കുന്ന് എന്നത് ഈ എട്രൂസ്കാൻ ദേവിയുടെ സ്മരണാർത്ഥം അവൾക്ക് സമർപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ ഒരു ശ്മശാനമായിരുന്നു. അപ്പോൾ ആ ശ്മശാനത്തിന്റെ അതിദേവത ആരാണ്? പാതാളത്തിന്റെ ദേവത കൂടിയായ വത്തിക്ക ആയിരുന്നു. അപ്പം ഇവള് ഞാൻ പറഞ്ഞു, ഈ പ്രൊഫസി അല്ലെങ്കിൽ പ്രവചനത്തിന്റെ ദേവതയാകുന്നത് ഈ കുന്നിൽ, ഈ വത്തിക്കാൻ കുന്നിൽ വത്തിക്ക എന്നു പേരുള്ള ഒരു ഭ്രമാത്മകമായ സസ്യം വളരുന്നുണ്ടെന്നും ഈ സസ്യത്തിന്റെ ചാറ് അല്ലെങ്കിൽ ഈ സസ്യത്തിന് പ്രവചനങ്ങൾ പറയാൻ ഒരാളെ പ്രാപ്തനാക്കാൻ കഴിയും എന്നുള്ള ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. അതെ, നമ്മളുടെ കഞ്ചാവ് പോലെയുള്ള എന്തെങ്കിലും ഒരു ചെടി ആയിരുന്നിരിക്കണോ അത്. അപ്പം ഈ വത്തിക്ക ദേവിയുടെ അനുഷ്ഠാനങ്ങളില് ഈ പറയുന്ന ചെടിക്ക് ഒരു മുഖ്യമായ സ്ഥാനം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എട്രൂസ്കാൻ സംസ്കാരത്തെ കുറിച്ച് ഞാൻ പിന്നീട് ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഈ എട്രൂസ്കാൻ ദേവി എങ്ങനെയാണ്, അല്ലെങ്കിൽ ഈ വത്തിക്കാൻ ദേവി എങ്ങനെയാണ് റോമൻ കൾച്ചറിലെ മദർ മേരിയായി മാറിയതെന്ന് എന്നൊക്കെയുള്ള പഠനം രസകരമാണ്. രസകരമല്ല, നമുക്ക് കുറച്ച് ചെറുതായിട്ട് ഈ അധിനിവേശത്തിന്റെ നാൾ വഴികൾ എങ്ങനെയൊക്കെയാണെന്ന് ശരിക്കും നമുക്കത് നോക്കുമ്പോൾ നമുക്കിങ്ങനെ ഇങ്ങനെയൊക്കെയാണല്ലേ കഥകൾ തന്നെ മാറ്റി എഴുതിയ ഒരു ജനതയുടെ മനസ്സിലേക്ക് ഒരു മതത്തിനെ ഇട്ടുകൊടുക്കുന്നത് എന്നത് നമ്മൾ തെല്ല അതിശയത്തോടു കൂടി നമ്മൾ അനലൈസ് ചെയ്യും. അപ്പം ഈ വത്തിക്ക ദേവി ഒരു കിരീടം വെച്ച്, പിന്നെ ഒരു ചില സ്ഥലത്തൊക്കെ പാമ്പിനെ കയ്യിലെടുത്ത് ഒക്കെയാണ് അവളെ ചിത്രീകരിച്ചിരിക്കുന്നത്. പിന്നെ തീവ്ര റോമനൈസേഷൻ അവിടെ വന്നതിന് ശേഷം ഈ ദേവിയുടെ കഥകള് എൻറ്റയർലി പൊളിച്ചടുക്കി. ഇപ്പം വത്തിക്കാൻ കുന്നിന്റെ അതിദേവതയായിരുന്ന ഈ വത്തിക്ക ദേവി ഒരു മിത്താണെന്ന് നമുക്കറിയാം. അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിരുന്നില്ല. അത് വത്തിക്ക ദേവിക്ക് സമർപ്പിക്കപ്പെട്ടിരുന്ന ഒരു ശ്മശാനമാണെന്നും അവളുടെ ആചരണങ്ങൾ നടന്നിരുന്നില്ല എന്നുള്ളതുമായിട്ടുള്ള പ്രചരണങ്ങൾക്കാണ് മുൻതൂക്കം കിട്ടിയിരിക്കുന്നത്. അതൊരു മോഡേൺ നിർമ്മിതിയാണെന്നും അങ്ങനെ ഒരു ദേവിയെ ഉണ്ടായിരുന്നില്ല എന്നും വരെ അവിടെയുള്ള ഈ ഒരു കാലത്ത് വത്തിക്ക ദേവിയുടെ ആരാധകരായിരുന്ന ഇറ്റാലിയൻ ജനത തന്നെ വിശ്വസിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. അത്രയ്ക്കും ക്രിസ്ത്യൻ മതം അവരെ മാറ്റിക്കളഞ്ഞു എന്ന് വേണം മനസ്സിലാക്കാൻ.